നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 5 മുതൽ നിരവധി മാറ്റങ്ങളോടെയാണ് സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ റേഷൻ കാർഡ് ഉടമകളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാ റേഷൻ കാർഡ് ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം. സൗജന്യ ഓണക്കിറ്റ്, അതുപോലെ തന്നെ സ്പെഷ്യൽ പഞ്ചസാര, സ്പെഷ്യൽ അരി ഉൾപ്പെടെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ, ഓരോ കാർഡുകൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് ഈ ഒരു ഓണക്കാലം പ്രമാണിച്ച് വരാനായിട്ട് പോകുന്നത്. എല്ലാ റേഷൻ കാർഡ് ഉടമകളും, പ്രത്യേകിച്ചും സംസ്ഥാനത്തെ മുഴുവൻ AY മഞ്ഞ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകൾ, അതുപോലെ തന്നെ PHH പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ, BPL നീല, വെള്ള, അതുപോലെ തന്നെ ബ്രൗൺ റേഷൻ കാർഡ് ഉടമകൾ പൂർണ്ണമായിട്ട് തന്നെ ഈ വാർത്ത ശ്രദ്ധിക്കുക. എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പെന്ന് പറയുന്നത് തന്നെ ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഇന്ന് ഓഗസ്റ്റ് 5-ാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഒരാഴ്ച കാലമായിട്ട് കാലവർഷം രൂക്ഷമായിട്ടുള്ള സാഹചര്യത്തിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ വാങ്ങുന്നതിന് തടസ്സങ്ങൾ നേരിട്ടതായിട്ട് സംസ്ഥാന സർക്കാർ മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ഓഗസ്റ്റ് 2 വരെ നീട്ടി നൽകിയത്. എന്നാൽ അതിനെ തുടർന്നാണ് ഓഗസ്റ്റ് മാസ റേഷൻ വിതരണം ഇന്ന് 5-ാം തീയതി മുതൽ ആരംഭിക്കാനായിട്ട് ഇടയായത്. ജൂലൈ മാസത്തിൽ 2 ദിവസം സൂചനാ പണിമുടക്ക് നടത്തിയ റേഷൻ വ്യാപാരികൾ അവർ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ ഓഗസ്റ്റ് മാസം പകുതിയോടെ തന്നെ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന ഒരു സൂചന ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും പരമാവധി നേരത്തെ തന്നെ നിങ്ങൾ റേഷൻ വാങ്ങുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം. ഇനി അടുത്തതായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പെന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാർ കനിഞ്ഞില്ലെങ്കിലും ഓണക്കാലത്ത് റേഷൻ കടകൾ വഴി നീല, വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സംസ്ഥാന സർക്കാർ പ്രത്യേകം ഭക്ഷ്യധാന്യ വിഹിതം അനുവദിക്കുന്നതായിരിക്കും. ഓണത്തിന് എത്ര കിലോ അരി അധികം നൽകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. നിലവിലെ നീക്കിയിരിപ്പിന് അനുസരിച്ച് അത് കണക്കാക്കിയായിരിക്കും വിഹിതം നിശ്ചയിക്കുന്നത്. ഇതിനായിട്ട് ഇന്ന് തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിൽ ഭക്ഷ്യവകുപ്പ് യോഗം ചേർന്നിട്ടുണ്ട്. റേഷൻ വിഹിതം ഏറ്റവും കുറവുള്ള നീല, വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണക്കാലത്തേക്ക് മാത്രമായിട്ട് പ്രത്യേകമായിട്ട് ഭക്ഷ്യധാന്യം, റേഷൻ ഭക്ഷ്യധാന്യം അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെയായിട്ടും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം 5 കിലോ അരി വീതമാണ് നീല, വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സ്പെഷ്യൽ അരിയായിട്ട് പ്രത്യേകം അനുവദിച്ചിരുന്നത്. ഇക്കുറി അത്രയും അരി നൽകാനുള്ള ഭക്ഷ്യധാന്യം ഉണ്ടാകുമോ എന്നതിൽ ആശങ്കയുണ്ട്. കഴിഞ്ഞ വർഷം മാസം തോറും 10 കിലോ വരെ അരിയാണ് വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സാധാരണ റേഷൻ വിഹിതമായിട്ട് നൽകിയിരുന്നത്. എന്നാൽ ആവശ്യത്തിന് ഇപ്പോൾ അരിയില്ലാത്തതിനാൽ തന്നെ ഏതാനും മാസമായിട്ട് 5 കിലോ അരി നൽകാനേ കഴിയുന്നുള്ളൂ. സംസ്ഥാനത്തെ 52 ലക്ഷത്തോളം കാർഡ് ഉടമകൾ വെള്ള, അതുപോലെ തന്നെ നീല വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നവരാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 2 മാസമായിട്ട് റേഷൻ വാങ്ങുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. മെയ് മാസത്തിൽ 77 ലക്ഷത്തോളം ആളുകളാണ് റേഷൻ വാങ്ങിയത്. ജൂൺ മാസമായപ്പോഴത്തേക്കും 79 ലക്ഷം പേരും, ജൂലൈയിൽ അത് 78 ലക്ഷത്തോളം ആളുകളും വാങ്ങുകയുണ്ടായി. അതിനാൽ തന്നെ നീക്കിയിരിപ്പ് കുറവായിരിക്കും. ഇനി മൂന്നാമതായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പെന്ന് പറയുന്നത്, ഇത്തവണ ഓണത്തിന് മുൻപ് സൗജന്യ ഓണക്കിറ്റ് വിതരണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു. ഓണക്കിറ്റ് ഇത്തവണയും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭ്യമാകില്ല. അന്ത്യോദയ അന്ന യോജന AY വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റ്, അതുപോലെ തന്നെ സ്പെഷ്യൽ പഞ്ചസാരയുടെ വിതരണം ഉണ്ടാകും. ഇനി അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്കുള്ള അരി, ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവയൊക്കെ സപ്ലൈകോ ഓണത്തിന് മുൻപായിട്ട് തന്നെ വിതരണം ആരംഭിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ കിറ്റിൽ എത്ര ഇനം സാധനങ്ങൾ ഏതളവിൽ ഉൾപ്പെടുത്തണമെന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഇതുവരെയായിട്ടും ആയിട്ടില്ല. സപ്ലൈകോയിലെ വിതരണക്കാരുമായിട്ട് നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരം. കഴിഞ്ഞ വർഷം 5,87,691 മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും അതോടൊപ്പം തന്നെ 20,000-ഓളം ആളുകൾ ഉൾപ്പെടുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് ഓണക്കിറ്റ് നൽകിയത്. ഓണക്കാലത്തേക്ക് സപ്ലൈകോയ്ക്ക് 100 കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. 13 ഇനം സബ്സിഡി സാധനങ്ങളും ലഭ്യമാക്കണമെങ്കിൽ കരാറുകാരുടെയൊക്കെ കുടിശ്ശികയിൽ പകുതിയെങ്കിലും നൽകാനായിട്ട് സപ്ലൈകോയ്ക്ക് സാധിക്കണം. നിലവിൽ 600 കോടിയോളമാണ് ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത്. അതിനാൽ തന്നെ ഏതൊക്കെ സബ്സിഡി സാധനങ്ങൾ ഇത്തവണത്തെ ഓണം ഫെയറിൽ ലഭ്യമാക്കാമെന്ന കാര്യത്തിൽ ഇപ്പോൾ ആശങ്കയുണ്ട്. എന്നാൽ ഓണക്കാലത്ത് സഹകരിക്കണമെന്ന ആവശ്യവുമായിട്ട് വിതരണക്കാരുമായിട്ട് ചർച്ച നടത്താനാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പിൻ്റെ നീക്കങ്ങൾ. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.